ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് സുന്ദരനായ ഒരു വിട്ടി രാജാവിൻ്റെ കഥ കേട്ടാലോ. ഇസ്രായേലിൻ്റെ ന്യായാധിപനും നേതാവുമായ ശമൂവേൽ വൃദ്ധനായി. ദൈവവേലയിൽ തൻ്റെ സ്ഥാനം ഏറ്റെടുക്കുവാൻ തൻ്റെ പുത്രന്മാരെ അവൻ ന്യായാധിപന്മാരാക്കി. എന്നാൽ ശമൂവേലിൻ്റെ പുത്രന്മാർ ദുഷ്ടന്മാരായിരുന്നു. അവർ ദുരാഗ്രഹികളായി കൈക്കൂലി വാങ്ങി അന്യായം ചെയ്തു. ഈ പുത്രന്മാരുടെ ദുഷ്ടത നിമിത്തം ഇസ്രായേൽ ജനം കഷ്ടത്തിലായി. കോടതിയിൽ നിന്ന് നീതി ലഭിക്കാതെയായി. എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ഓരോ തവണയും ശമൂവേലിൻ്റെ പുത്രന്മാർക്ക് കൈക്കൂലി കൊടുക്കേണ്ടതായി വന്നു. എന്തെങ്കിലും പരിഹാരം ചെയ്തെങ്കിലേ മതിയാകുകയുള്ളായിരുന്നു. ഒരു ദിവസം ഇസ്രായേലിലെ മൂപ്പന്മാരെല്ലാവരും ശമൂവേലിൻ്റെ അടുത്ത് വന്ന് സഹായം ചോദിച്ചു. ഞങ്ങളെ ഭരിക്കേണ്ടതിന് ഒരു രാജാവിനെ തരിക എന്ന് മൂപ്പന്മാർ ആവശ്യപ്പെട്ടു. ശമൂവേലിൻ്റെ ദുഷ്ടന്മാരായ പുത്രന്മാർ അവരെ ഭരിക്കുന്നതിന് അവർ ഇഷ്ടപ്പെട്ടില്ല. അവരുടെ ചുറ്റുപാടുമുള്ള ജാതികൾക്കുണ്ടായിരുന്നതുപോലെ അവർക്കും ഒരു രാജാവിനെ വേണമെന്ന് പറഞ്ഞു. ശമൂവേൽ കോപിച്ചു. അവർക്കൊരു രാജാവുണ്ടല്ലോ, ഇസ്രായേലിനെ ഭരിച്ച സർവശക്തനും നിത്യനുമായവൻ. വളരെ കാലം മുമ്പ് അവരെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ച് രക്ഷപ്പെടുവാൻ ചെങ്കടലിലൂടെ വഴി തുറന്നു കൊടുത്തതാണവൻ. എന്നിട്ട് ഇസ്രായേലിന് മനോഹരമായ ദേശം കൊടുത്തതാണ്. ശമൂവേൽ പ്രാർത്ഥിച്ചപ്പോൾ യഹോവ അരുളി ചെയ്തു, അവരുടെ അപേക്ഷ പ്രകാരം അവർക്ക് ഒരു രാജാവിനെ കൊടുക്കുക. അവൻ നിന്നെയല്ല, ഞാൻ അവരെ ഭരിക്കാതെ വണ്ണം എന്നെയാണ് അവർ ത്യജിച്ചിരിക്കുന്നത്. ഭൂമിയിലെ അവരുടെ രാജാവ് നികുതിയായി അവരുടെ പണമെടുക്കും. അവരെ തൻ്റെ വയലുകളിലും മുന്തിരിത്തോപ്പുകളിലും വേലക്കാരായി നിയമിക്കും. പുത്രന്മാരെ സൈന്യത്തിലേക്ക് എടുക്കും, പുത്രിമാരെ അടുക്കളപ്പണിക്ക് വേണ്ടി കൊണ്ടുപോകും എന്നിങ്ങനെ അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കുവാൻ ദൈവം ശമൂവേലിനോട് പറഞ്ഞു. പക്ഷെ എന്തായാലും ജനങ്ങൾക്ക് ഒരു രാജാവിനെ കൂടിയേ തീരൂ. വളരെ സുന്ദരനും എന്നാൽ ലജ്ജാശീലനും നല്ല ഉയരവുമുള്ള ഒരു യുവാവിനെ ദൈവം ശമൂവേലിന് കാട്ടിക്കൊടുത്തു. അദ്ദേഹം ബെന്യാമിൻ ഗോത്രത്തിൽ കീശ് എന്നു പേരുള്ള ഒരു ധനികന്റെ മകനും എല്ലാവരെക്കാളും തോൾ മുതൽ പൊക്കമേറിയവനും ആയിരുന്നു. യഹോവ ശമൂവേലിനോട് അരുളി ചെയ്തു, ഇവൻ എൻ്റെ ജനത്തെ ഭരിക്കും. ശമൂവേൽ ദൈവത്തെ അനുസരിച്ചുകൊണ്ട് ശൗലിനെ ഇസ്രായേലിൻ്റെ രാജാവാക്കി അഭിഷേകം ചെയ്തു. ശമൂവേൽ അദ്ദേഹത്തെ ഇസ്രായേൽ ജനങ്ങളുടെ മുമ്പായി അവതരിപ്പിച്ചപ്പോൾ രാജാവ് നീണാൽ വാഴട്ടെ എന്ന് ജനങ്ങൾ ആർത്തു വിളിച്ചു. ഉടൻ തന്നെ ശൗൽ രാജാവിന് വെല്ലുവിളി നേരിടേണ്ടി വന്നു. ഇസ്രായേലിനെ വെറുത്ത അമ്മോന്യർ ഒരു പട്ടണത്തിന് നേരെ പാളയമിറങ്ങി അവിടെയുള്ള ഓരോ മനുഷ്യൻ്റെയും വലം കണ്ണ് ചൂഴ്ന്നെടുക്കുമെന്ന് അവർ ഭീഷണിപ്പെടുത്തി. എന്തൊരു ക്രൂരമായ പദ്ധതിയായിരുന്നു! ഈ ഭീഷണിയുടെ വാർത്ത ശൗലിൻ്റെ അടുത്തെത്തി. അവൻ സൈന്യത്തെ തയ്യാറാക്കി. ഇരു സൈന്യവും തമ്മിൽ ഏറ്റുമുട്ടി. ശൗൽ അമ്മോന്യരെ നശിപ്പിച്ചിട്ട് പട്ടണത്തെ രക്ഷപ്പെടുത്തി. ശൗൽ രാജാവ് ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഇന്ന് യഹോവ ഇസ്രായേലിന് രക്ഷ വരുത്തിയിരിക്കുന്നു. അന്ന് ദൈവം ശൗലിന് വലിയ വിജയം കൊടുത്തു. എന്നാൽ ശൗൽ എപ്പോഴും ദൈവത്തിന് മഹത്വം കൊടുത്തില്ല. ഒരു ദിവസം ഫെലിസ്ത്യരോട് യുദ്ധം ചെയ്യുന്നതിന് മുമ്പേ ശൗൽ ദൈവത്തിന് യാഗമർപ്പിച്ചു. എന്നാൽ യാഗമർപ്പിക്കേണ്ടത് ശമൂവേലിൻ്റെ ജോലിയായിരുന്നുവെന്ന് അറിയാമായിരുന്നിട്ടും ശമൂവേൽ വരുന്നതുവരെ അവൻ സഹിഷ്ണുതയോടെ കാത്തിരിക്കണമെന്നാണ് ദൈവ ഇഷ്ടം എന്ന് അവൻ അറിയാമായിരുന്നു. എന്നാൽ ശൗൽ ദൈവത്തോട് അനുസരണക്കേട് കാട്ടി. ഒടുവിൽ ശമൂവേൽ വന്നപ്പോൾ അദ്ദേഹം ശൗലിനോട് പറഞ്ഞു, നീ ചെയ്തത് ഭോഷത്വം. നിന്റെ ദൈവമായ യഹോവയുടെ കൽപ്പന നീ പ്രമാണിച്ചില്ല. ഇപ്പോഴോ നിന്റെ രാജ്യത്വം നിലനിൽക്കയില്ല. ശൗൽ വിചാരിച്ചു, അതൊരു ചെറിയ പാപമല്ലേ എന്ന്. എന്നാൽ ദൈവത്തോടുള്ള അനുസരണക്കേട് എപ്പോഴും ഗുരുതരമായ ഒരു പാപം തന്നെയാണ്. മറ്റൊരവസരത്തിൽ ദുഷ്ടന്മാരായ അമാലേക്യരെ നശിപ്പിച്ചു കളയുവാൻ ദൈവം ശൗലിനോട് കൽപ്പിച്ചു. എന്നാൽ ശൗൽ അമാലേക്യൻ്റെ രാജാവായ ആഗാഗിനെ കൊന്നില്ല. അവർ വിലപിടിപ്പുള്ളതൊക്കെയും ആടുകളെയും കാളകളെയും നശിപ്പിക്കാതെ സൂക്ഷിച്ചു. ശൗൽ അർപ്പിക്കാനായി അവയെ സൂക്ഷിച്ചതാണെന്ന് ശമൂവേൽ ശൗലിനോട് പറഞ്ഞു.
അനുസരിക്കുന്നത് യാഗത്തേക്കാൾ നല്ലത്. നീ യഹോവയുടെ വചനത്തെ തള്ളിക്കളഞ്ഞതുകൊണ്ട് അവൻ നിന്നെയും രാജസ്ഥാനത്ത് നിന്ന് തള്ളിക്കളഞ്ഞിരിക്കുന്നു. ശൗലിന് തൻ്റെ പാപത്തെക്കുറിച്ച് വളരെ ദുഃഖവുമുണ്ടായി. പക്ഷേ അത് വളരെ വൈകിപ്പോയി. യഹോവയെ അനുസരിക്കാത്തത് കാരണം അവൻ്റെ ശേഷമുള്ള ജീവിതകാലം അവൻ അസന്തുഷ്ടനായി തുടർന്നു. കൂട്ടുകാരെ, ഈ കഥ 1 ശമൂവേൽ 8 മുതൽ 16 വരെയുള്ള അധ്യായങ്ങളിൽ ഉണ്ട് കേട്ടോ.